സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലൊക്കെയായി വലിയ മഴക്കെടുതികളാണ് റിപ്പോർട്ട് ചെയ്തത്. പ്രധാനമായും മധ്യ വടക്കൻ ജില്ലകളിലാണ് വലിയ മഴക്കെടുതികൾ ഉണ്ടായത്. നമുക്ക് ഈ സാഹചര്യത്തിൽ പരിശോധിക്കാം. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ കേരളത്തിൽ ആകെ ലഭിച്ച മഴ എത്രയാണ് എന്ന് മഴയുടെ അളവ് ഒന്ന് പരിശോധിക്കാം. കേരളത്തിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ലഭിച്ചത് 315.5 mm മഴയാണ്. അതായത് 110% വർധന. യഥാർത്ഥത്തിൽ ലഭിക്കേണ്ട മഴയിൽ നിന്ന് 110% വർധനയാണ് ലഭിച്ചത്. കൂടുതൽ മഴ ലഭിച്ച ജില്ലകൾ ഏതൊക്കെയാണ് എന്നിനി നമുക്കൊന്ന് പരിശോധിക്കാം. കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത്. 565.6 mm മഴയാണ് ലഭിച്ചത്. അതായത് യഥാർത്ഥത്തിൽ ലഭിക്കേണ്ട മഴയിൽ നിന്ന് 171% വർധനയാണ് ഉണ്ടായത്. അതിൻ്റെതായ മഴക്കെടുതികളൊക്കെ കണ്ണൂർ ജില്ലയിൽ നമ്മൾ കണ്ടു. മരം വീണും മണ്ണിടിഞ്ഞുമൊക്കെ വലിയ മഴക്കെടുതികൾ ഉണ്ടായി. പല വീടുകളിലും വെള്ളം കയറി ആളുകളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കുകയുണ്ടായി. അടുത്തതായി കോഴിക്കോട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത്. 461.8 mm മഴയാണ് കോഴിക്കോട് ജില്ലയിൽ ലഭിച്ചത്. അതായത് 160% വർധനയാണ് ഉണ്ടായത്. അടുത്തതായി വയനാട് ജില്ലയിലാണ് 402.7 mm മഴയാണ് വയനാട് ജില്ലയിൽ ലഭിച്ചത്. 95% വർധനയാണ് വയനാട് ജില്ലയിൽ ഉണ്ടായത്. ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച പ്രദേശങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. കോഴിക്കോട് കക്കയത്താണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച പ്രദേശം. കക്കയത്ത് 984 mm മഴയാണ് ലഭിച്ചത്. അടുത്തതായി ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് വയനാട് പടിഞ്ഞാറത്തറ ഡാമിലാണ്. 840.5 mm മഴയാണ് വയനാട് പടിഞ്ഞാറത്തറ ഡാമിൽ ലഭിച്ചത്. അടുത്തതായി ബാണാസുര സാഗറിലാണ്. വയനാട് ബാണാസുര സാഗറിൽ 810.8 mm മഴയാണ് ലഭിച്ചത്. അടുത്തതായി കൂടുതൽ മഴ ലഭിച്ച പ്രദേശം വയനാട് തരിയോടാണ്. 810 mm മഴയാണ് ലഭിച്ചത്. അപ്പോൾ സംസ്ഥാനത്ത് നമ്മൾ പൊതുവിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് വടക്കൻ കേരളത്തിലാണ്. വടക്കൻ കേരളത്തിലെ കണ്ണൂർ ജില്ലയിലാണ് ശക്തമായ മഴയുണ്ടായത്. വലിയ മഴക്കെടുതികളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. വടക്കൻ കേരളത്തിൽ വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്.